ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരിയും രാഹുലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങളിപ്പോൾ ചെയ്യുന്നതും അത് തന്നെയല്ലേ. നമ്മുടെ കൊച്ചുമോക്കടെ, അതായത് കൺമണിയുടെ അമ്മുമ്മയെ, അതായത് മുത്തശ്ശിയെ നശിപ്പിച്ചിട്ട് ചതിച്ചിട്ട് അവൾക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് കരുതിയപ്പോൾ നിങ്ങൾ അവളെ നൈസായിട്ട് തള്ളിക്കളഞ്ഞതുപോലെ ഇപ്പോൾ എൻ്റെ കൊച്ചുമോളെയും തള്ളിക്കളയാനുള്ള പരിപാടിയാണ് അല്ലേ? അത് കേട്ടതും അങ്ങനെ ഇനി പറയല്ലേ ശരി, അതെന്താ പറഞ്ഞാൽ ഞാൻ പറയൂടോ, പറയും. ഇനി 24 മണിക്കൂറും ഞാൻ തൻ്റെ മുഖത്ത് നോക്കി അത് തന്നെ പറയും. കാരണം എന്താണെന്നറിയാമോ, അങ്ങനെയെങ്കിലും തനിക്ക് കുറച്ച് നാണവും മാനവും വരട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും ആ മനോഹറിൻ്റെ കുഞ്ഞിനെ നമ്മുടെ മോള് വളർത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം. എന്തായാലും താ കുഞ്ഞിനെ എന്ത് വേണേലും ചെയ്തോ, ഞാൻ കൂട്ടു നിൽക്കാം. ആ കുഞ്ഞിവിടെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മനോഹറെ പോലെ ഒരു പക്ക ഫ്രോഡിൻ്റെ മകളായിട്ടത് ജനിച്ചതാണ്. അത് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കൂട്ടു നിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഷാരി രാഹുലിന് വാക്ക് കൊടുക്കുക. അത് കേട്ടതും രാഹുലിന് ഭയങ്കര സന്തോഷമായി. രാഹുൽ ഷാരിയെ നോക്കിയിട്ട്, സത്യമായിട്ടും കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ മോള് നാളെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാനാ ഞാനിത് ചെയ്തത്. ഇന്നത് ഞാൻ ചെയ്തില്ലെങ്കിൽ നാളെ ആ കുഞ്ഞിനോട് അവൾ തന്നെ കാണിക്കുന്നതായിരിക്കും വലിയ വെറുപ്പ്. അവനവളെ സ്നേഹിക്കാതെ വെറുക്കുകയും തമ്മിൽ തല്ലുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കൂടെ ഇത്രയ്ക്ക് എൻ്റെ മോള് ഇതാകില്ലായിരുന്നു. ഇതിപ്പോൾ അവൻ വിട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ഓർക്കുന്നില്ലല്ലോ ഈശ്വര, ഓർക്കാൻ കൂടെ പറ്റുന്നില്ലല്ലോ ഭഗവാനെ. എൻ്റെ മോൾക്ക് ഒരാപത്ത് സംഭവിക്കരുതേ. അവൻ പറഞ്ഞത് കേട്ടോ, അവൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എൻ്റെ മോൾക്ക് ഒരു പ്രാന്താശുപത്രിയിൽ ഒരു കട്ടിലൂടെ ബുക്ക് ചെയ്തിടണമെന്ന്, അവൾ അഡ്മിറ്റ് ചെയ്യാൻ. എൻ്റെ ദൈവമേ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അവനെങ്ങാനും വിട്ടുപോയാൽ ഉറപ്പായിട്ടും എൻ്റെ മോൾക്ക് ഭ്രാന്താവും, അത് ഉറപ്പാണ്. ഇപ്പം നമ്മൾ കാണിക്കുന്നതിനേക്കാളും മുകളിലായിരിക്കും നമ്മുടെ മോളുടെ ഭ്രാന്ത്. അവൾക്കെങ്ങാനും ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ അറിയാലോ, ആത്മഹത്യ ചെയ്യുവോള്. അവൾ ഒന്നും പിന്നെ നോക്കില്ല എന്നൊക്കെ പറയുവാണ്. അത് കേട്ടതും നമ്മുടെ രാഹുൽ, ഞാൻ ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിത് മുന്നേ ആലോചിച്ചാണ്. ഹോസ്പിറ്റലിൽ വെച്ച് നൈസായിട്ട് കുഞ്ഞിനെ ഇല്ലാതാക്കാനും ശ്രമിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ഡോക്ടറിന് ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറായിരുന്നു. ആ ഡോക്ടർ നേരെ വിളിച്ച് കിരണിനോട് പറഞ്ഞു. പിന്നെ പറയണോ, ആ കിരൺ അതിനേക്കാളും ഡബിൾ മടങ്ങ് പൈസ ഡോക്ടറിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാം അറിയാമെന്ന് കിരണിനും കല്യാണിക്കും ഒക്കെ മനോഹറിനെ പറ്റി. അതുകൊണ്ട് മാത്രമാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് കേട്ടതും എന്നാലും എന്ത് തങ്കക്കുടം പോലത്തെ മകനായിരുന്നു കിരൺ. അവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്നെൻ്റെ മോള് സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കുമായിരുന്നു. ആ കല്യാണിയുടെ സ്ഥാനത്ത് എൻ്റെ മോളാ വരേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ നോക്കിയേ, എൻ്റെ മോളുടെ ഭാഗ്യക്കേടെ ഈ മനോഹർ എന്ന് പറയുന്നൊരുത്തൻ അവളുടെ വഴിയിലൂടെ എന്തിനാണെന്നാവോ വന്നത്. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈശ്വര അവൾക്ക് ഇത്രയും വലിയൊരു ശിക്ഷ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടതും എന്ത് ചെയ്യാനാ ശരി, എല്ലാം തലവിധി. നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ, സഹിക്കണം. എൻ്റെ മോള് ചെയ്ത തെറ്റുകൊണ്ടല്ല എൻ്റെ മോക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങൾ ഒറ്റൊരുത്തൻ കാരണമാണ് എൻ്റെ മോക്ക് ഇതൊക്കെ സംഭവിച്ചത്. ശരി, ഞാനെന്ത് ചെയ്തെന്നാ? വേണ്ട, സ്വന്തം തെറ്റ് പെങ്ങക്കടെ ഭർത്താവിൻ്റെ തല കെട്ടിവെക്കാൻ നോക്കി. സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത ക്രൂരതയാണ് ഇന്ന് എൻ്റെ മോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെയും അവളുടെ ഭർത്താവിനെയും തമ്മിൽ നിങ്ങൾ എത്ര വർഷം അകറ്റിയത്? 10-25 വർഷത്തോളം നിങ്ങൾ അവരെ തമ്മിൽ അകറ്റിയില്ലേ? അവരുടെ സന്തോഷകരമായ ജീവിതവും സന്തോഷവും ഒക്കെ തല്ലിക്കടത്തിയില്ലേ? അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റാത്തത്, നമ്മുടെ മോൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റാത്തത്. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇനി വേണ്ട, ഇതോടുകൂടെ നിർത്തിക്കോ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതും, അത് രൂപയാണെങ്കിൽ പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിനെ ചീത്ത പറയുക. ഈ സമയം രാഹുലാണെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്നതെ. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. സത്യങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ്, മനോഹർ പോകുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ ഒന്നെങ്കിൽ കൊല്ലണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം പിന്നീട് കാണിക്കുന്നത് 9-ാം തീയതി ആയിട്ട് കോടതി കൂടുന്ന സമയമാണല്ലോ. പ്രകാശനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. പ്രകാശൻ വിക്രത്തോട് പറയുക, എടാ മോനെ വിക്രമേ, ഇനി എന്തായാലും നമുക്ക് പേടിക്കണ്ടടാ. ആ ലക്ഷ്മി കോടതിയിലേക്ക് വരില്ല, അവൾ മരിച്ച് മണ്ണടിഞ്ഞു പോയില്ലേ. ഇനിയിപ്പോൾ നമ്മൾ സമാധാനത്തോടെ പോയി കേസും വഴക്കും ഒക്കെ തീർന്ന് ഇന്ന് തിരിച്ചു വരാം. അപ്പോൾ കാർത്തിക, എന്താ ഒരു സംസാരം? എൻ്റെ മോളെ
ഞാൻ പറയുമായിരുന്നു ഇന്ന് കേസൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാമെന്ന്. ഇന്നാരും നമ്മൾക്കെതിരെ മൊഴി കൊടുക്കാൻ വരില്ലല്ലോ. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത്? അല്ല, അങ്ങനെ മൊഴി കൊടുത്താൽ അത് ആ ലക്ഷ്മി തന്നെ കൊടുക്കണ്ടേ? ആ ലക്ഷ്മി ഇപ്പം ജീവിച്ചിരിക്കുന്നില്ലല്ലോ എന്നും നമ്മുടെ പ്രകാശൻ. അത് കേട്ടതും കാർത്തിക ചോദിക്കുക, അതെന്താ അങ്ങനെ? അതൊക്കെ ഉണ്ട്, അതൊക്കെ മോള് കണ്ടോ. ഇന്ന് കോടതിയിൽ ലക്ഷ്മി വരില്ല. കേസ് ജയിച്ച് ഞാനും എൻ്റെ മോനും സന്തോഷത്തോടെ മടങ്ങി വരും. അത് മോക്ക് കണ്ണ് നിറയെ കാണാം. എന്നിട്ട് വേണം എൻ്റെ അമ്മയുമായിട്ട് കല്യാണം നടത്താൻ. എൻ്റെ അമ്മയുടെ കഴുത്തിൽ എൻ്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് താലി കെട്ടുന്നത് കാണാൻ കാത്തിരിക്കുമോ ഞാൻ. അത് നടക്കും മോളെ, അടുത്തത് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തികയെ ആശ്വസിപ്പിക്കുക. എന്നിട്ട് വിക്രമനും നമ്മുടെ പ്രകാശനും കൂടെ പുറത്തേക്ക് ഇല്ല. അച്ഛനാ പറഞ്ഞത് കാർത്തിക ചേച്ചിക്ക് വല്ല സംശയം തോന്നിക്കാണോ? ഏയ്, അങ്ങനെ സംശയം തോന്നാൻ വഴിയില്ല. നീ സമാധാനമായിട്ടിരിക്കടാ. ഇനിയിപ്പോൾ സംശയം തോന്നിയിട്ടും കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ആ ലക്ഷ്മി വരില്ല, പക്ഷെ അവളുടെ പ്രേതം എങ്ങാനും ഒന്ന് പോച്ചാ. ഈ കാലത്താണ് പ്രേതവും ഭൂതവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഈ അച്ഛന് വേറെ പണിയൊന്നുമില്ല. എടാ മക്കളെ, ഞാൻ നേരിട്ട് കണ്ടതാടാ, അതുകൊണ്ടാടാ പറയുന്നേ. അച്ഛൻ നേരിട്ട് കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ പറയുന്ന സത്യം. ഒരു ഭൂതവും പ്രേതവും പിശാശും ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ലോകത്താരിക്കെങ്കിലും ജീവിക്കാൻ പറ്റുമായിരുന്നോ? എടാ മക്കളെ, അപ്പം അന്ന് രാത്രി ജനലിൻ്റെ മൂക്കിൽ പഞ്ഞിയും വെച്ച് വന്നത് ആരാടാ? അച്ഛന് തോന്നിയതായിരിക്കും. അങ്ങനെയൊന്നും ആരും വരത്തില്ല അച്ഛാ. പിന്നെ പ്രേതം, അതും യക്ഷികൾ. ഞാൻ ഇപ്പോഴത്തെ സിനിമയിലൊക്കെ കാണുന്ന യക്ഷിയെ ജീൻസും പാൻറ്റൊക്കെ ഇട്ടിട്ട് നടക്കുന്നത്. അല്ലാതെ അച്ഛൻ പറയുന്ന പോലെ വെള്ള സാരി ഉടുത്ത് മൂക്കിൽ പഞ്ഞിയും വെച്ചല്ലേ വരുന്നേ എന്നൊക്കെ ചോദിച്ചു വിക്രം കളിയാക്കുക. അപ്പം മൂങ്ങ, എടാ മക്കളെ, ഇന്ന് കേസ് ജയിക്കുവോടാ? കേസും ജയിക്കും, നമ്മളുടെ കേസും കഴിയും. ഇനി നമ്മളെ ശല്യം ചെയ്യാൻ ഒരാളും വരില്ല. ലക്ഷ്മിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമ്പോൾ ഇനി എനിക്ക് സമാധാനത്തോടെ കെട്ടാം. ഇനി നമ്മുടെ വഴി മുടക്കാൻ ആ കല്യാണിക്കോ കിരണിനോ പോലും കഴിയില്ലമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എന്നാൽ പോയിട്ട് വേണം മക്കളെ. അമ്മമ്മേ അനുഗ്രഹിക്കണം, അമ്മേ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അനുഗ്രഹമൊക്കെ മേടിച്ചു. അതിനുശേഷം കാറിൽ കയറി അങ്ങ് പോവുക. എൻ്റെ ഭഗവതി, എൻ്റെ മോനെ കാത്തോളണേ, കേസ് ജയിച്ച് അവൻ തിരിച്ചു വരണേ. ആ ലക്ഷ്മി ചത്ത് പണ്ടാരടങ്ങിയതുപോലെ എൻ്റെ മോൻ്റെ ശത്രുക്കളെല്ലാം ചത്ത് പണ്ടാരടങ്ങണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെ. അവരിപ്പോൾ കോടതിയിലെത്തി. കല്യാണിയും കിരണും ഒക്കെയുണ്ട്. അവർ കോടതിയിലെത്തിയതും കിരണിൻ്റെയും കല്യാണിയുടെയും കൂടെ ലക്ഷ്മിയില്ല. അല്ല, അന്ന് വന്നപ്പോൾ ഒരാളുണ്ടായിരുന്നല്ലോ, ഒരു പ്രധാനപ്പെട്ട സാക്ഷി. ആ സാക്ഷിയെ കാണുന്നില്ല എന്നും നമ്മുടെ വിക്രം താടിക്ക് കൈ കൊടുത്ത് പറയുക. അത് കേട്ടതും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. കുറച്ച് ദിവസമായിട്ട് ലക്ഷ്മി ചേച്ചി വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോണും എടുക്കുന്നില്ല. എന്താ പറ്റിയെന്നറിയില്ല. എന്തായാലും പുള്ളിക്കാരത്തി വരട്ടെ, വരാതിരിക്കില്ല. ഇനിയിപ്പോൾ ചിലരൊക്കെ അവരെ കൊന്നോന്ന് പോലും അറിയില്ലല്ലോ അമ്മേ എന്നും കല്യാണി. അത് കേട്ടതും അത് ശരിയാ, രാക്ഷസൻ്റെയും കാലൻ്റെയും മനസ്സുള്ള ആൾക്കാരാ ഇവിടെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ആ കുഞ്ഞിനെ കൊന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ ലക്ഷ്മി ചേച്ചി കൊന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് കേട്ടതും വിക്രമും പ്രകാശനും പൊട്ടിച്ചിരിക്കുക. എന്തായാലും കോടതിയിൽ കൂടുമ്പോൾ കാണാമല്ലോ. ഞാനുണ്ടല്ലോ മോളെ, പേടിക്കൊന്നും വേണ്ട. എന്നെ കൊല്ലാൻ ഒരെണ്ണത്തിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലേ ദീപ ധൈര്യത്തോടെ കല്യാണിയും കൂട്ടി അകത്തേക്ക് പോവുക. ഈ സമയം നമ്മുടെ പ്രകാശൻ, ഡാടാ നിനക്കൊന്നും വേറെ പണിയില്ലേ? ഇവളുമാരുടെ കൂടെ ചേർന്ന് ഇങ്ങനെ കോടതി കയറി ഇറങ്ങാൻ പോയി വല്ല പണിയെ നോക്കി ജീവിച്ചുകൂടണം. അത് കേട്ടതും ജീവിക്കാം, പണിയെ നോക്കി തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ജീവിക്കാൻ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവനും പണി ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഇനി ഉണ്ടാവുന്ന 2-3 തലമുറകൾക്കും ജീവിക്കാനുള്ളത് ഞങ്ങൾക്കിടയിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ താൻ ഞങ്ങൾ ഉപദേശിക്കൊന്നും വേണ്ട. സ്വന്തം മക്കളെ പോലും നോക്കാൻ കഴിയാത്ത തന്നെ പോലെ ഒരുത്തൻ എന്തിനാണോ എന്നെ ഉപദേശിക്കുന്നത്? മര്യാദയ്ക്ക് കോടതിക്കുള്ളിലേക്ക് പോകാൻ നോക്കും. പ്രധാനപ്പെട്ട സാക്ഷി വരാതെ ഇനിയിപ്പോൾ കോടതിയിൽ കയറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനും വിക്രമും അങ്ങനെ നിൽക്കുക. ഈ സമയം വക്കീൽ വരികയാണ്. എന്തായി കാര്യങ്ങൾ? ഞാൻ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചോ? ആ ലക്ഷ്മിയെ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് സാർ. ഇനി എന്തായാലും ലക്ഷ്മി വരില്ല. സമാധാനം. അവർ വന്നില്ലെങ്കിൽ സമാധാനമായിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ ഇതോടുകൂടെ ക്ലോസ് ചെയ്യാം. സാറേ, മുന്നോട്ടൊന്നും കൊണ്ടുപോകണ്ട, ക്ലോസ് ചെയ്താൽ മതി. എടോ, തൻ്റെ രണ്ടാമത്തെ ഭാര്യ അവിടെ ഇരിക്കുമല്ലേ? അവർ ചിലപ്പോൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും?
അവരുടെ കാല് പിടിക്കാൻ പറ്റുമെങ്കിൽ പോയി പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്. ഓ എൻ്റെ പൊന്ന് സാറേ, മറ്റവളെയും കൂടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാം. എന്നാൽ ഇവളെ നടക്കില്ല. അതുകൊണ്ട് ഞാനില്ല സാറേ. എന്താന്ന് വെച്ചാൽ കോടതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അറിയാമല്ലോ എന്താ ജഡ്ജി പറയുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശനും വിക്രമും അങ്ങനെ കോടതി കൂടുകയാണ്. എല്ലാവരും നിരന്നിരുന്നു. കോടതി കൂടിയ സമയത്ത് പ്രകാശനെ വിളിക്കുക. പ്രകാശനെ വിളിച്ചു നിർത്തിയത് പ്രകാശൻ അങ്ങോട്ട് ചെന്നു. അതിനുശേഷം നമ്മുടെ ലക്ഷ്മിയാണ് വിളിക്കുന്നത് അടുത്ത മൊഴി കേൾക്കാൻ. ആദ്യത്തെ മൊഴി കേട്ടു, ഇനി രണ്ടാമത്തെ മൊഴിയാണ് കേൾക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ വിളിക്കുകയാണ്. ലക്ഷ്മിയെ വിളിച്ചത് പ്രകാശനും വിക്രമും പരസ്പരം മുഖത്തോട് നോക്കി ചിരിക്കുക. അവളാ വരാൻ പോകുന്നേ, അവളുടെ പ്രേതം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ലക്ഷ്മി കയറി വരികയാണ്. ലക്ഷ്മിയെ കണ്ടതും പ്രകാശനും ഞെട്ടി, വിക്രമൻ ഞെട്ടി. ഞെട്ടലോടുകൂടെ പ്രകാശൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. ഈശ്വര, ഇവള് മരിച്ചതാണല്ലോ, പിന്നെ എങ്ങനെ ഇവള് വരുന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് വിക്രത്തെ നോക്കി. അപ്പോൾ വിക്രം എന്താ ചെയ്ത് എന്ന് ചോദിക്കുക. എനിക്കറിയില്ലടാ മോനെ, ഞാനിവരെ കൊന്നതാ, എന്നിട്ട് നോക്കി ഇവർ വന്നിരിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ 16 അടിയന്തരം നടത്താനായിരിക്കും ഇവളിങ്ങോട്ട് വന്നിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ലക്ഷ്മിയെ വിളിച്ചു. ലക്ഷ്മിയെ വിളിച്ചതും ലക്ഷ്മിയോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ലക്ഷ്മിക്ക് പറയാം. അപ്പോൾ വക്കീൽ വരിക. എൻ്റെ കക്ഷി പ്രകാശൻ ലക്ഷ്മിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും കല്യാണത്തിന് ശേഷം ലക്ഷ്മിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഉണ്ട് സർ, അതൊക്കെ സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ ആകപ്പാടെ എനിക്കുണ്ടായ ഒരേ ഒരു ദുരന്തമാണ് ഈ നിൽക്കുന്ന അയാൾ, ഈ പ്രകാശൻ എന്ന് പറയുന്ന ആൾ. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ അന്ന് മുതൽ തുടങ്ങിയതാ എൻ്റെ കഷ്ടകാലം. അയാളെ പറഞ്ഞു വരിപ്പിക്കുന്നത് അയാളുടെ അമ്മ. അങ്ങനെ അവസാനം പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്ത ആ നാട്ടിലെ പെൺകുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഈ പ്രകാശിൻ്റെ രണ്ടാം ഭാര്യ ദീപയോട് ചെയ്ത അതേ ക്രൂരത എന്നോടും ചെയ്തു. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു സർ. ഞാൻ മാത്രമല്ല, എൻ്റെ മോളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. 2-3 ആൾക്കാർ, അതായത് ദൈവതുല്യരായ ആൾക്കാർ എൻ്റെ മകളെ എനിക്ക് തിരിച്ചു കൊണ്ടു തന്നു, ഒരു നായ പോലും കടിക്കാതെ. അതുകൊണ്ടാണ് എൻ്റെ മോള് രക്ഷപ്പെട്ടത്. ഇവർ ചെയ്ത ക്രൂരതകളൊന്നും ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിൽ തെളിവ് സഹിതമുണ്ട് യുവർ ഓണർ. അത് കേട്ടതും അതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ പരിശോധിച്ചോളാം, പേടിക്കണ്ട. പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒന്നും പറയണ്ട സാറേ. എൻ്റെ കുഞ്ഞ്, ചോര കുഞ്ഞ്, ജനിച്ച ഉടനെ അതിനെ എടുത്ത് ഇവർ കൊണ്ടുപോയി ഇട്ടതൊരു ഓടയില്ല. ആ കുഞ്ഞെന്ത് പഴച്ചു. കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന മനുഷ്യരാ ഈ ഇരിക്കുന്നത്. അതല്ല സാറേ, ഒരു കുഞ്ഞ് വയറ്റിലുണ്ടായാൽ ആ വയറ്റിൽ നിന്ന് പോലും അതിനെ കളയുന്നത് എത്ര വലിയ തെറ്റാ സാറേ. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി ഇവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസല്ലേ സാറേ എടുക്കേണ്ടത്? ഇത്രയും വർഷമില്ലാതെ ഇപ്പോൾ എന്തിനാ താൻ വന്നത്, നിങ്ങൾ വന്നത് എന്നും വക്കീൽ ചോദിക്കുക. ഇത്രയും വർഷം എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. എന്നാൽ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. ഇവൻ്റെ മുന്നിൽ അല്ല, ഇയാളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ കോടീശ്വരി ആയിരിക്കണമെന്ന്. അത്രയ്ക്കും എന്നെ തള്ളിക്കളഞ്ഞവനാണ് അയാൾ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ വക്കീലിനോടെല്ലാം പറയുക. ഇത് കേട്ടത് പ്രകാശനിരുന്ന് വെള്ളം കുടിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ദാഹിച്ചിട്ട് ഉമിനീരിറക്കാൻ തുടങ്ങി. ഈശ്വര, ദാഹിച്ചിട്ട് പാടില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ദൈവമേ, തലകറങ്ങണോ, വയറ്റിന്ന് പോകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പ്രകാശൻ. അതെ, കോടതിയിൽ എന്താ നടക്കുന്നതെന്ന് എപ്പിസോഡിൽ കാത്തിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയും രാഹുലിനെയാണ്. ഭാര്യയാണെങ്കിൽ നമ്മുടെ സരയു കുഞ്ഞിനെ കളിപ്പിക്കുന്നത് നോക്കിയിരുന്ന് ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക. ഈശ്വര, ആ വൃത്തികെട്ട രാക്ഷസൻ്റെ കുഞ്ഞിനെയാണ് എൻ്റെ മോള് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറയാം. അപ്പോൾ രാഹുൽ, എന്നാൽ പിന്നെ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ചെയ്യാല്ലേ, കുഞ്ഞിനെ കൊല്ലണ്ട, ചോര കുഞ്ഞല്ലേ, പാവം, ഇതിനെ ആർക്കെങ്കിലും കൊടുക്കാം, പിച്ചക്കാരിക്ക്. അത് കേട്ടതും മനസ്സിലായി. തൻ്റെ മോളെ താൻ അങ്ങനെയാണല്ലോ മേടിച്ചത്, അതായത് സരയുനെ, ആ താരയുടെ മോളെ. അതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ കൊച്ചുമോളെയും അങ്ങനെ തന്നെ കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ നടക്കട്ടെ, അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ നിൽക്കോട്ടെ. ഈ സമയം രാഹുലാണെങ്കിൽ അയാളെ വിളിച്ചു വരുത്തുക. അപ്പോൾ അയാളെത്തിയത് കാര്യങ്ങൾ വളരെ രഹസ്യമായിരിക്കണം, ഈ കാര്യം ആർക്കും അറിയരുത്. കുഞ്ഞിനെ കൊണ്ട് താൻ എങ്ങോട്ട് വേണേലും പോയിക്കോ, വിൽക്കുകയോ കൊല്ലുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഒരു പ്രശ്നവും ഇല്ല. എന്നാൽ കുഞ്ഞിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ ഇടയാക്കരുത്. ഇല്ല സാർ, എന്നെ വിശ്വസിച്ചില്ലേ, ഇനി ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മൂലയിലുണ്ടാവും. സാറ് പേടിക്കണ്ട, എന്നെ ആരന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം. അങ്ങനെ അയാൾക്ക് പൈസയും കൊടുത്ത്
കുഞ്ഞിനെയും കൊടുത്തതിന് ശേഷം അയാൾ കുഞ്ഞിനെ മേടിച്ചുകൊണ്ടങ്ങ് പോയി. ഇത് കണ്ടതും ഷാരി പൊട്ടിക്കരയുക. ഈശ്വര, ഞാൻ ചെയ്യുന്നത് പാവമാണെന്ന് എനിക്കറിയാം. പക്ഷെ അവനെ പോലൊരു പക്ക പ്രോഡിൻ്റെ കുഞ്ഞിനെ എൻ്റെ മോള് വളർത്തിയാൽ അവളുടെ സമനില തെറ്റും. നാളെ ആ കുഞ്ഞ് അവൾക്കൊരു ബാധ്യതയാവും. പോരാത്തതിന് പെൺകുഞ്ഞും കൂടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.